ഹലോ, നമ്മളിന്ന് മയോണൈസ് ഉണ്ടാക്കിയെടുക്കാൻ പോവാണ് കേട്ടോ. ഒട്ടും തന്നെ ഓയിലൊന്നും ചേർക്കാതെയാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണിത്. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കൊക്കെ ഇഷ്ടമാണ്. പക്ഷേ ഓയിലൊക്കെ ചേർക്കുന്നത് കൊണ്ട് നമുക്ക് പേടിയാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്, കുറച്ച് പേടിയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വീട്ടിൽ കുറച്ച് ഹെൽത്തി ആയിട്ട് എങ്ങനെ മയോണൈസ് ഓയിലൊന്നും ചേർക്കാതെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കിയാൽ, ഒരു 6 കാഷ്നട്ട് ഉണ്ടല്ലോ, ഒരു ബൗളിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് കുതിർത്തിയെടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതൊരു 2-3 മിനിറ്റ് ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്തിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഒരു പാത്രത്തിലോട്ട് ഒരു 1.5 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം കേട്ടോ. അധികം വെള്ളമൊന്നും ചേർക്കരുത് നമ്മൾ പാലിലോട്ട്. നമ്മൾ ഇനി ഇത് പിരിച്ചെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ 1 സ്പൂൺ നാരങ്ങാനീര് ഒഴിച്ച് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ വിനാഗിരി ഉണ്ടെങ്കിൽ വിനാഗിരി 1 സ്പൂൺ ഒഴിച്ച് കൊടുത്താലും മതി. എന്നിട്ട് നമുക്ക് ഈ കാണുന്ന രീതിയിൽ നമുക്ക് ഈ പാലൊന്ന് പിരിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് ചൂടോട് കൂടി തന്നെ നമുക്ക് ഇതേപോലെ ഒരു അരിപ്പയിലോട്ട് ഇട്ടിട്ടൊന്ന് അരിച്ചെടുക്കാം. ചൂട് പോയിട്ട് അരിച്ചെടുക്കാം, അങ്ങനെയൊന്നും വെയിറ്റ് ചെയ്യണ്ട കേട്ടോ. നമുക്ക് ആ ചൂടോട് കൂടി തന്നെ ഇതേപോലൊരു അരിപ്പയിൽ ഒഴിച്ചിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോഴേക്കും നമുക്കത് ഈ ഒരു രീതിയിൽ അങ്ങ് കിട്ടുന്നതായിരിക്കും. വീട്ടിലൊക്കെ പനീറൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടുള്ളവർക്ക് ആണെന്നുണ്ടെങ്കിൽ ഇത് മനസ്സിലാവും ഈ ഒരു രീതിയിൽ ആക്കി എടുക്കുന്നത് കേട്ടോ. പനീർ ഉണ്ടാക്കാനും നമ്മളിങ്ങനെ ചെയ്തെടുക്കാറുണ്ട്. ഇനി നമുക്ക് മിക്സിയിൽ ഒരു ചെറിയ ജാർ എടുക്കാം. അതിലേക്ക് 3 അല്ലി വെളുത്തുള്ളി ആദ്യമേ ഇട്ട് കൊടുക്കാമേ. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ കുതിർക്കാൻ വെച്ചിരുന്ന കാഷ്നട്ട് ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. വെള്ളമൊന്നും ഒഴിക്കേണ്ട, കാഷ്നട്ട് മാത്രം എടുത്തിട്ട് നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാമേ. ഇനി നമ്മളിതിലേക്ക് ഒരു 4 കുരുമുളക് കേട്ടോ, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുഴുവനായിട്ടുള്ള കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാമേ. അപ്പോൾ കുറച്ച് തണുത്തതിന് ശേഷം മാത്രം അരയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്താൽ മതി കേട്ടോ. അതും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പങ്ങ് ഇട്ട് കൊടുക്കാമേ. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂണേ ഉള്ളൂ കേട്ടോ. അത്രയും തന്നെ വിനാഗിരിയാണ് കേട്ടോ. വിനാഗിരിയും കൂടി ഒഴിച്ചിട്ട് നമുക്ക് ആദ്യമേ തന്നെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കണ്ട. കാഷ്നട്ടും അതുപോലെ നമ്മൾ ചേർത്ത കുരുമുളകൊക്കെ നല്ലതുപോലെ പേസ്റ്റാക്കി ഒന്ന് അരച്ചെടുത്തതിന് ശേഷമാണ് നമ്മളിതിലേക്ക് വെള്ളം ചേർക്കുന്നത്. വെള്ളം ഏതാണെന്ന് വെച്ചാൽ നമ്മൾ അരിച്ച് എടുത്തപ്പോൾ കുറച്ച് വെള്ളം കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചാണ് നമ്മളിത് അരച്ചെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്ത് ആ മയോണൈസിൻ്റെ ഒരു പരുവം നമുക്കറിയാമല്ലോ, ഒരു ക്രീമി ആയിട്ട് വരണമല്ലോ. അപ്പോൾ ആ ഒരു രീതി ആകുന്നത് വരെ നമ്മളൊന്ന് അരച്ചെടുക്കണേ. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആൻഡ് ഈസി ആയിട്ടുള്ള നല്ല അടിപൊളി മയോണൈസ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. നല്ല ടേസ്റ്റാണ്, അതുപോലെ നല്ല ക്രീമി ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യുമേ. കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റ് തന്നെ ഉണ്ടാകും കേട്ടോ. നമ്മൾ വീട്ടിൽ എന്തെങ്കിലും ബ്രോസ്റ്റഡൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് സൂപ്പറാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ധൈര്യമായിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കുകയും ചെയ്യാം, ഒട്ടും തന്നെ പേടിയില്ലാതെ നമുക്കും കഴിക്കാം വേണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.